നെതിരെയുള്ള ആരോപണങ്ങൾ പുതിയതല്ല. ഇതിനു മുൻപും പലതവണ രഞ്ജിത്തിനെതിരെ ആരോപണങ്ങൾ വന്നതും അദ്ദേഹത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവിയിൽ നിന്ന് മാറ്റണം എന്നുള്ള കാര്യം നേരത്തെയും ഉയർന്നിട്ടുള്ളതാണ്. പക്ഷേ അപ്പോഴൊക്കെ സർക്കാരിന്റെ ഒരു സംരക്ഷണം രഞ്ജിത്തിന് കിട്ടിയിരുന്നു. അതേ രീതിയിലുള്ള സംരക്ഷണം ഇപ്പോഴും രഞ്ജിത്തിന് കിട്ടുകയാണ്. ഇത്തരമൊരു ഗുരുതരമായ ആരോപണം വന്നിട്ട് പോലും ഒരു അന്വേഷണത്തിന്റെ ഒരു അന്തരീക്ഷം ഇല്ല എന്ന രീതിയിലുള്ള മറുപടി മന്ത്രി സജി ചെറിയാനിൽ നിന്ന് ഉണ്ടാകുന്നതും അതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതാണ്. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവിയിൽ തുടരുന്നത് ധാർമ്മികമായി ശരിയല്ലെന്നാണ് അക്കാദമി അംഗമായ മനോജ് ഖാന പറഞ്ഞത്. ബംഗാൾ നടിയുടെ ആരോപണം ഗൗരവമുള്ളതാണ്. സിനിമയുടെ പേരും വർഷവും നടി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇനി നടപടിയാണ് വേണ്ടതെന്നും മനോജ് ഖാന പറഞ്ഞു. അല്ല, ആരോപണം വളരെ ഗൗരവപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. എത്രയോ വർഷം മുമ്പ് നടന്നിട്ടുള്ള ഒരു സിനിമയുടെ പേരും അതിൻ്റെ ഡയറക്ടറുടെ പേരും എല്ലാം വളരെ കൃത്യമായി നടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കുണ്ടായ അനുഭവം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ ഗൗരവമായി തന്നെയാണ് ഞാനൊക്കെ കാണുന്നത്. അപ്പോൾ ഇങ്ങനൊരു ആരോപണം അല്ലെങ്കിൽ ഇങ്ങനൊരു സംഗതി വന്ന സ്ഥിതിക്ക് ആ സ്ഥാനത്ത് തുടരണോ വേണ്ടയോ അത് തെളിയിക്കപ്പെടട്ടെ എന്നൊക്കെ നിശ്ചയിക്കേണ്ടത് ശ്രീമാൻ രഞ്ജിത്ത് സാറാണ്. അദ്ദേഹം ഇനി ഇത് തെളിയിക്കപ്പെടുന്നത് വരെ ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്നില്ല എന്ന് തീരുമാനിക്കേണ്ടതും അദ്ദേഹമാണ്. അതിലിപ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല. രഞ്ജിത്തിനെതിരെ DGPക്ക് പരാതി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന